ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെയർ പായ്ക്കുമായിട്ടാണ്. ഈ ഒരു ഹെയർ പായ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി വളർച്ച ഇരട്ടിയാക്കുന്നതിനും അതുപോലെ തന്നെ മുടിക്ക് നല്ലൊരു പോഷണം നൽകുന്നതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസൊക്കെ ആരോഗ്യം കുറയുമ്പോൾ ഉള്ള പ്രശ്നമാണ് മുടി കൊഴിയുക, അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് സ്പ്ലിറ്റൻസ് ഉണ്ടാവുക. സ്പ്ലിറ്റൻസ് എന്താണെന്ന് അറിയാലോ അല്ലേ? നമ്മുടെ മുടിയുടെ അറ്റമൊക്കെ രണ്ടായിട്ട് പിളർന്നു പോകും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മുടെ മുടി വളരത്തില്ല. കാരണം നമ്മുടെ മുടി മുറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. മുടി ഒരുപാട് നേരത്താകുമ്പോൾ സ്വാഭാവികമായിട്ടും പൊട്ടി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് മുടി നല്ല കരുത്തോടു കൂടി വളരുന്നതിന് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പായ്ക്കാണ്. വെറും 4 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നോക്കുന്നതിന് മുൻപേ തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. ആ ബെല്ലൈക്കണെ പ്രസ് ചെയ്യുമ്പം ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വിടുക. എങ്കിലേ ഞാൻ ഫ്യൂച്ചറിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു പായ്ക്ക ഉണ്ടാക്കുന്നതിന് നമുക്ക് ആദ്യം വേണ്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈരാണ്. ഞാനൊരു 3 സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് എഗ്ഗാണ്. എഗ്ഗ് നമുക്കത് യെല്ലോ പാർട്ട് മാത്രമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. അതല്ല എങ്കിൽ ഫുള്ളായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. വൈറ്റ് പാർട്ട് മാത്രമാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ എഗ്ഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി വളർച്ച ഇൻക്രീസ് ചെയ്യാൻ ഇതിലും നല്ലൊരു ഇൻഗ്രീഡിയൻറ്റ് വേറെ ഇല്ലയെന്ന് പറയാം. അത്രയ്ക്ക് എഫക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ ഞാനത് ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ തൈര് നമുക്ക് മുടി കൊഴിച്ചിൽ അകറ്റാൻ ഇത്രയും നല്ലൊരു ഇൻഗ്രീഡിയൻറ്റ് വേറെ ഒന്നുമില്ല. തൈര് മാത്രം നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്താലും നന്നായിട്ട് മുടി കൊഴിച്ചിലുള്ളവർക്കൊക്കെ തൈര് മാത്രം അപ്ലൈ ചെയ്താലും നന്നായിട്ട് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ആവണം. അതായത് ഈ എഗ്ഗിനോടൊപ്പം ഈ തൈര് മിക്സ് ആവാൻ ഇത്തിരി പാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു 5 മിനിറ്റ് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. അതിന് ശേഷം നമ്മൾ പിന്നെ ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹണിയാണ്. ഹണി നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഹണി കിട്ടുക, അതായത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും കൂടുതൽ വീടുകളിൽ നിന്ന് കിട്ടുന്ന ഹണി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് 1 സ്പൂണാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ചിലർക്ക് ഹണി ചേർക്കുമ്പോൾ ഒരു പേടിയുണ്ടാവും, നമ്മുടെ മുടി നരയ്ക്കുമോ എന്നുള്ളത്. അപ്പോൾ സാധാരണ രീതി എനിക്ക് ഇത്രയും നാൾ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്കൊരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പേടി ഉണ്ടെങ്കിൽ ഹണി നമുക്ക് അവോയ്ഡ് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഈ ഒരു പായ്ക്ക് ചെയ്താലും വളരെ എഫക്റ്റീവാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടുന്നത് ആവണക്കെണ്ണയാണ്. ആവണക്കെണ്ണ 1 സ്പൂണാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ആവണക്കെണ്ണ നമുക്ക് പുതിയ മുടിയിഴകൾ ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ മുടിക്ക് നല്ല കരുത്തോടു കൂടി വളരുന്നതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓയിലാണ്. അപ്പോൾ അത് 1 സ്പൂണാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ഹെയർ ഓയിലാണ്. കാരണം എൻ്റെ ഹെയറിന് എനിക്ക് ആവണക്കെണ്ണ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തലവേദനയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തണുപ്പ് എനിക്ക് ഒട്ടും പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് എൻ്റെ ഹെയർ ഓയിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർ ഹെയർ ഓയിൽ എന്നും നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ തന്നെ ഉപയോഗിച്ചാലും മതിയാകും. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമുക്കിത് ഹെയറിൽ വെച്ചിരിക്കാം. പിന്നെ ഈ ഒരു പായ്ക്കിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്മെല്ലുള്ള ഒരു പായ്ക്കാണ്. കാരണം നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് എഗ്ഗാണ്, അതുപോലെ തന്നെ തൈരാണ്. അപ്പോൾ അതിൻ്റെ കൊണ്ട് തന്നെ നല്ല അത്യാവശ്യം സ്മെല്ലുണ്ടാകും. പിന്നെ ഇത് വാഷ് ചെയ്യുമ്പം വേണമെങ്കിൽ ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യാം. കാരണം സ്മെല്ലൊക്കെ പ്രോബ്ലം ഉള്ളവർക്ക് മാത്രം, കഴിവതും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നമുക്ക് ഗുണം കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ സ്മെല്ലൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ, അതായത് പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഒരു മൈൽഡായിട്ടുള്ളൊരു ഷാമ്പു യൂസ് ചെയ്യാം. അപ്പോൾ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഇത് ആഴ്ചയിൽ 2 തവണ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ പായ്ക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്.